നോക്കിയേ, കമ്പനിയൊക്കെ വകഞ്ഞ് വെച്ചിട്ട് കയറി വരുന്ന നോക്കിയേ. എക്സ്ട്രീമായിട്ടോ ഇവന് ഏറി വരുന്നത് നോക്കിയേ. ഓ, ആ കമ്പനിയെ മൊത്തം വകഞ്ഞ് മാറ്റി നോക്കിയേ. കയറി നോക്കിയേ. നമ്മൾ ഇങ്ങോട്ട് വന്നാൽ തന്നെ നല്ല ബുദ്ധിമുട്ട് കേട്ടോ വന്നേ. ഇപ്പൊ കുഴപ്പമില്ല, അങ്ങോട്ട് വന്നത് കുഴപ്പമില്ല. കാര്യം നമ്മൾ സ്റ്റാലിൻ കൂട്ടർ മൊത്തം കമ്പും എല്ലാം വരല് നോക്കിയേ. ഗായ്സ്, നമുക്ക് ഇനി നേരെ വഴിയെന്ന് വെച്ചാൽ താഴെ നമുക്ക് തിരിക്കാനൊരു സ്ഥലമുണ്ട്. ഗായ്സ് നോക്കൂ, നല്ല കീഴിലെ സ്ഥലം. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സ്ഥലമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി ഇങ്ങനെ സ്ഥലമുണ്ടെന്ന്. എന്റെ പൊന്നെ, നീയൊരു സ്ഥലം, ഇത്രയും കിട്ടുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അമ്മാതിരി സ്ഥലം കേട്ടോ. എന്ത് രസമാണ് കാണാൻ. ഓ, കിടിലൻ. എന്റെ പൊന്നെ ഗായ്സ്, നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. കിടില സ്ഥലം എന്ന് വെച്ചാ കിടില സ്ഥലം. ചില സ്ഥലത്തൊക്കെ വെള്ളം കെട്ടിയിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. ചില സ്ഥലത്ത് മാത്രം വെള്ളവും സംഭവങ്ങളും കെട്ടി നിൽപ്പുണ്ട്. അപ്പം അത് നമ്മൾ സൂക്ഷിച്ചു വേണം വണ്ടി ഇറക്കാൻ വേണ്ടി കേട്ടോ. എല്ലാ പരിപാടി പാളും. ഓക്കെ അല്ലേ? വെള്ളമല്ലേ? വെള്ളം ഫുള്ള് വെള്ളം. പരമാവധി ഇറക്കി നമ്മൾ എക്സ്ട്രീമുള്ള സ്ഥലങ്ങളിലോട്ട് ഇറക്കാൻ വേണ്ടി പോട്ടാ. എന്നെ സംഭവിച്ചത് ഇവിടുന്ന് അങ്ങോട്ടില്ല കേട്ടോ. അവിടെ അങ്ങോട്ടില്ല, കഴിഞ്ഞു. എക്സ്ട്രീം കഴിഞ്ഞു. ലാസ്റ്റാ. ഇവിടെ തന്നെ ഇട്ട് റിവേഴ്സ് അടിച്ചാലോ? വന്ന വഴി കൂടെ അപ്പുറം നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. വണ്ടി പണിയുന്നതിന് മുന്നേ നമ്മൾ വന്ന സ്ഥലമേ, പണ്ട് ഞാനൊരു റഷ്യയുടെ ഉറാല് പോകുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അമ്മാതിരി ലുക്കുള്ള സ്ഥലം സത്യം. ആ ഉറാൽ ഇങ്ങനെ ഒരു കാട്ടിൽ കൂടെ ഇങ്ങനെ വകഞ്ഞ് വരുന്ന പോലത്തെ ഫീലിംഗ് ആണ്. നമ്മൾ വണ്ടി കൊണ്ട് എവിടെയാണ് നിർത്തിയിട്ടാക്കുന്നത്?